തിരുവനന്തപുരം കിളിമാനൂരിൽ വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. കൂട്ടത്തല്ലിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. സെക്കൻഡ് ഇയർ, ഫോർത്ത് ഇയർ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, തിരുവനന്തപുരം കിളിമാനൂരിൽ വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലാണല്ലോ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഈ കൂട്ടത്തല്ല് ഉണ്ടായത്. വലിയ രീതിയിലുള്ള സംഘർഷം എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധ്യാപകർക്കും പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? അതിക്രമിച്ച് കയറുകയും അവിടെ തമ്മിൽ കൂട്ടത്തല്ലുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങളിലൂടെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. വലിയ രീതിയിലുള്ള സംഘർഷമാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായത്. ചേരി തിരിഞ്ഞ് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകുന്നു. ക്ലാസ് റൂമിന് മുന്നിലും ക്ലാസ് റൂമിന് അകത്തുമെല്ലാം ഇങ്ങനെ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിപ്പോര് നടത്തുന്ന, കൊലവിളി നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ഒരു സംഘർഷമോ ചെറിയ ഒരു ലഘുവായ സംഘർഷമൊന്നും അല്ല. ആ ദൃശ്യങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ രീതിയിൽ തന്നെ തലച്ചെല്ലുകയാണ്. ഇതിനിടയിലേക്ക് അധ്യാപകർ എത്തുന്നുണ്ട്. അധ്യാപകർ എത്തുമ്പോൾ അവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്ന അധ്യാപകർ എത്തുമ്പോൾ അധ്യാപികമാരും എത്തുന്നുണ്ട്. എത്തുമ്പോഴും കൂട്ടാക്കാതെ തന്നെ വിദ്യാർത്ഥികൾ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സംഘർഷത്തിൽ ഒരു അധ്യാപികയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അധ്യാപികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഈ വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും കൂട്ടാക്കാതെ പരസ്പരം തമ്മിൽ ചെല്ലുകയും പോർവിളി നടത്തുകയും ചെയ്യുന്നതെല്ലാം ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. ഇതിന്റെ കാരണമെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഇത്തരത്തിൽ ഈ സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ചില വാക്കുതർക്കമുണ്ടായിരുന്നു ഈ ആഘോഷങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട്. അത് പിന്നീട് വലിയ രീതിയിൽ മറ്റൊരു തലത്തിലേക്ക് മാറുകയും ക്ലാസ് റൂമിലേക്ക് അതിക്രമിച്ച് കയറി മർദ്ദിക്കുന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടായത് എന്നത് തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് കിളിമാനൂരിലെ വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇത്തരത്തിലുണ്ടായത്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇത് സംഘർഷം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം അത് വലിയ രീതിയിൽ മനസ്സിലാക്കാം. അതിന്റെ എത്രത്തോളമാണ് അതിന്റെ വ്യാപ്തി എന്നത് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കും പരിക്കുണ്ട്, അതോടൊപ്പം തന്നെ അധ്യാപികമാർക്കും പരിക്കുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 4ാം വർഷ 2ാം വർഷ വിദ്യാർത്ഥികൾ, ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായത്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ, അതായത് ഈ വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലും പോർവിളികളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും പരിക്കേറ്റ അധ്യാപികയെ ആശുപത്രി പ്രവേശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോളേജ് മാനേജ്മെന്റുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇനി എന്ത് നടപടിയെടുത്തു അടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള വലിയ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിന് അനുമതി നൽകാൻ പാടില്ലാത്തതാണ്. തക്കതായ ശിക്ഷ ഈ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതാണ്, കാരണം അന്വേഷിച്ചുകൊണ്ട് തന്നെ. കാരണം ഇത് ചെറിയ രീതിയിലല്ല, നിരവധി വിദ്യാർത്ഥികൾക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്കൂളിലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളാണ് ഈ ദൃശ്യങ്ങളടക്കം ചിത്രീകരിക്കുകയും ചെയ്തത്. വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് കിളിമാനൂരുള്ള ആ കോളേജിലാണ് ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം ആ വാക്കുതർക്കം പിന്നെ സംഘർഷത്തിൽ കലാശിക്കുകയും അത് ക്ലാസ് റൂമിലേക്ക് കയറി മർദ്ദിക്കുന്ന നിലയിലേക്കെല്ലാം എത്തിയത്. രോഹിണി. ശരി പ്രശാന്ത്, വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് ഉണ്ടായത്. തിരുവനന്തപുരം കിളിമാനൂരിലെ വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇത്തരത്തിൽ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. പിടിച്ചു മാറ്റാൻ ശ്രമിച്ച അധ്യാപകർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ